ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അപ്പോൾ കല്യാണത്തിൻ്റെ കുറച്ച് ഒരുക്കങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെയിൻ്റ് അടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പെയിൻ്റ് അടി ഇന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ സീലിങ്ങിൻ്റെ പണികളൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് ഒന്നും ആയിട്ടില്ല. സീലിങ്ങിൻ്റെ ബോർഡ് അടിച്ചിട്ടേ ഉള്ളൂ. അതിന് അതിൻ്റെ മേലെ പൊട്ടിയിടണം, പിന്നെ അതിന് കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിക്കണം, പിന്നെ ലൈറ്റ്സ് ആക്കണം, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യണം ഇനി. പിന്നെ നമ്മുടെ ചുമരൊക്കെ കണ്ടോ, ഫുള്ള് പെരങ്ങി വെച്ചിട്ടുള്ള. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കണം. ഇവരൊക്കെ പെയിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പാൻ്റെ ഏട്ടൻ്റെ മോനാണ് പെയിൻ്റ് അടിക്കുന്നത്. പിന്നെ അവരെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. അപ്പോൾ അവനാണ് പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ അവന് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് യൂട്യൂബിലിടുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വർത്താനം പറയുകയാണ്. പിന്നെ ഇപ്പോൾ അടിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു റൂമിൽ അടിച്ചിട്ടുണ്ട്, അനിയൻ്റെ റൂമിൽ അടിച്ചിട്ടുണ്ട്. അവിടെ മാത്രമേ പെയിൻ്റ് അടിച്ചുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ തുടങ്ങണം. റൂം കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് അവൻ അടിക്കാൻ വേണ്ടിയിട്ട്. ഒരു വട്ടം അടിച്ചിട്ടുള്ളൂ. പിന്നെ ഫുള്ള് ക്ലീൻ ആക്കാനുണ്ട്. ഫുള്ള് പെരങ്ങി വെച്ചിട്ടുള്ള. ഇനി ഇൻഷാ അല്ലാ കല്യാണമാകുമ്പോഴേക്ക് ഫുള്ള് ക്ലീൻ ആവുമായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ ചെയ്യാണ്. അപ്പോൾ അടുക്കളയിൽ ഭക്ഷണമൊക്കെ ആക്കുന്നതുകൊണ്ട് അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊക്കെ മാറ്റി ഇതൊക്കെ മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ അവൻ എന്തൊക്കെയോ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. നമ്മളെ റൂമിലെ സാധനങ്ങളൊക്കെ പുറത്തെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ റൂമിൽ പെയിൻ്റ് അടിക്കുന്നതുകൊണ്ട് സാധനങ്ങളൊക്കെ പുറത്തെത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ മേലയിൽ വെള്ളമൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ അതാണ് അവൻ്റെ ബുള്ളറ്റ്. പിന്നെ ഇത് മഞ്ഞാണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ മഞ്ഞല്ല. പിന്നെ അത് പെയിൻറ്റിൻ്റെ ഒക്കെ പൊടിയാണ്. ക്ലീൻ ആക്കിയപ്പോൾ അവരുടെ അടുത്തുനിന്ന് കിട്ടിയതാണ്, നിലത്തായതാണ്. അപ്പോൾ അത് എടുക്കുകയാണ് അവന്. ഞാൻ എടുക്കാമെന്ന് പറഞ്ഞാൽ, പക്ഷെ ഞാൻ തുമ്മിയിട്ടൊരു വകയാകുന്നുണ്ട് പൊടി പാറിയിട്ട്. എനിക്ക് പിന്നെ അലർജി ഉള്ളതുകൊണ്ട് തന്നെ പൊടി പാറുമ്പോൾ വേഗം തുമ്മും. പിന്നെ അവർ വന്നു തൊട്ടിട്ട് ഞാൻ തുമ്മൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ തുമ്മൽ തുടങ്ങിയിട്ട് പിന്നെ നിർത്തിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് തുമ്മും. കാരണം അലർജി ഉള്ളതുകൊണ്ട്, അലർജി ഉള്ളവർക്ക് അറിയാൻ പറ്റും പൊടി പാറിയാനുള്ള അവസ്ഥ. പിന്നെ അത് തന്നെയായിരിക്കും സ്ഥിരം. പിന്നെ എൻ്റെ റൂമിൽ മൊത്തം എടുത്ത് വെച്ചിട്ട് എൻ്റെ റൂമിലും അടിച്ചിട്ടുണ്ട്, പെയിൻ്റ് അടിച്ചു. അപ്പോൾ ഇനി ഇതൊക്കെ ക്ലിയർ ആക്കണം. കട്ടിലും കിടക്കയും അലമാരിയൊക്കെ മാറ്റിയിട്ട് വെച്ചിട്ട് പുതപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഫുൾ അതിലാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കണം. ഇനി നമുക്ക് ഇപ്പോൾ ടൗണിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. പിന്നെ നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല ഒരു ഉച്ച സമയമാണ്, നല്ല വെയിലുള്ള സമയമാണ്. അപ്പോൾ നമ്മുടെ കൂടെ അനിയത്തിൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. നമ്മൾ അനിയത്തി തന്നെ ആയിട്ട് വരും. അപ്പോൾ അവളും ഉണ്ട് കൂടെ. അപ്പോൾ നമ്മളങ്ങനെ ബസ്സിന് വേണ്ടിയിട്ട് പോവാണ്. ബസ്സുണ്ട് ആ സമയത്തേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ നോക്കുമ്പോൾ ബസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ മട്ടന്നൂർ ഓട്ടോയിലാണ് പോകുന്നത്. ഓട്ടോയിൽ പോകേണ്ടി വന്നു. വെമ്പിടിയിലേക്ക് നടന്നിട്ട് അവിടുന്ന് ഓട്ടോയിൽ പോകേണ്ടി വന്നു. അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് ബിൽഡക്കറിലാണ്. ബിൽഡക്കറിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഉപ്പ കുറച്ച് ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ബിൽഡക്കറിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ അവിടെ എന്താ വെച്ചാൽ, ബിൽഡക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മട്ടന്നൂർക്കാർക്ക് അറിയായിരിക്കും, നല്ല അറിയപ്പെട്ട ഷോപ്പാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും, അതായത് വീട്ടിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ പെയിൻറ്റിൻ്റെ സെക്ഷനിലാണ് പോയത്. അവിടെ പോയിട്ട് ഉപ്പ പെയിൻറ്റിൻ്റെ എന്തോ സംഭവം വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വാങ്ങേണ്ടിയിട്ട് പോയി. പിന്നെ ഇതൊക്കെ ഇവിടെ ഉണ്ട്, എല്ലാ തരം സാധനങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല അടിപൊളി റേറ്റിലും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുമാണ്. അപ്പോൾ അതുമാത്രമല്ല, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ഇതുണ്ട്. അപ്പോൾ ഓരോ സൈഡിലൊക്കെ നല്ല അടിപൊളി വർക്കൊക്കെ ആക്കിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമുണ്ട്. പിന്നെ ഇത് ക്രിസ്മസിൻ്റെ ടൈമിനെ വെച്ചതാണ് അവർ, ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അതിപ്പോഴും തീർന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ സാധനം വാങ്ങിയിട്ട് നേരെ മാളിലേക്കാണ് വിട്ട്. ലിങ്ക്സ് മാളിൽ പോയി ക്രിസ്മസിൻ്റെ
ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല വലിയ ട്രീ ആയിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ടുണ്ട്. ഫുഡ് കോർട്ടിൽ പോയിട്ട് എന്താ പറയുക, സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വെച്ചിട്ട് പോയതാണ്. നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കോർട്ടിൽ പോയപ്പോൾ സ്കൂൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ തിരക്ക് പിടിച്ച സമയമായിരുന്നു. അങ്ങനെ അവിടുന്ന് ബർഗർ നമ്മൾ കഴിച്ചു. അപ്പോൾ ബർഗറൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയത്. പിന്നെ ഇവിടെ എന്താ പറയുക, ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് ഒരു ലവേഴ്സ് ഉണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ ബർഗർ ഓർഡർ ചെയ്തിട്ട് ബർഗർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഒരു സിമ്പിൾ ബർഗറാണ്. അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മിറിണ്ടയും അങ്ങനെ രണ്ടും കൂടി എന്താ പറയുക അടിപൊളിയായിട്ട് തിന്ന് പിന്നെ നമ്മൾ നേരെ ടൗണിലേക്ക് പോയി. പിന്നെ ബസ് നോക്കുമ്പോൾ ഒരു 3/4 മണിക്കൂർ നേരം വൈകിട്ടുണ്ടായിരുന്നു. ബസ്സുള്ള സമയത്താണെങ്കിൽ വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും വരൂല. അപ്പം നമ്മൾ ബസ്സിന് വേണ്ടി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ ബസ് വന്ന് ഇനിയിപ്പോൾ നമ്മുടെ ബസ്സേ വരാനുള്ളൂ. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നു. ഇതാണ് എന്താ പറയുക അനിയത്തിൻ്റെ ഫ്രണ്ട്. അപ്പോൾ അവളും എൻ്റെ അനിയത്തിയായിട്ട് തന്നെ വരിക. അപ്പോൾ നമ്മളങ്ങനെ ബസ്സൊക്കെ വന്ന് ബസ് കയറിയിട്ടുണ്ട്. നമ്മളെ ബസ് സ്റ്റാൻഡാണ് ഇത് നമ്മുടെ മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മളങ്ങനെ ബസ്സിലൊക്കെ കയറി ഇങ്ങനെ കുറേ സമയം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പോയത്. അരമണിക്കൂറല്ല, ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ബസ് പോയത്. അതുകൊണ്ട് തന്നെ കുറേ സമയം നമ്മൾ അവിടെ ഇരുന്നു. എന്താ പറയുക, ഒരു 1/4 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ കുറേ സമയം തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ബാക്കിലുണ്ട്. അനിയത്തിയും അവരെല്ലാം ഓരോരോ സീറ്റുമ്മൽ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഫുള്ള് ക്ലീനാക്കാനുണ്ട്. പെയിൻറ്റിങ്ങും ചെയ്തതും ഇവിടെ ചുമരിന് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുള്ള് ക്ലീനാക്കുന്ന പരിപാടിയിലാണ്. കുറച്ചായിട്ട് ഓരോ മൂലക്കുന്ന് തുടങ്ങിയിട്ട് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അന്ന് രാത്രി ഒരു കല്യാണമുണ്ട്. അപ്പോൾ അതിനു വേണ്ടി പോവാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ ഇല്ല വീഡിയോസൊന്നും. നമ്മൾ ഓട്ടോയിൽ പോവാണ്. മുഴക്കുന്നിലാണ്. കാർന്നോറെ ഭാര്യയുടെ ഏട്ടത്തിൻ്റെ മോളെ കല്യാണത്തിന്. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ കുറച്ച് ദൂരമുണ്ട്. ഒരു 3/4 മണിക്കൂർ, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ പോകേണ്ട ദൂരമുണ്ട്. അപ്പോൾ അവിടെ എത്തി. എല്ലാവരും വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് പന്തലൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉള്ളിലെത്തി പെണ്ണിനെയൊക്കെ കണ്ടു. പെണ്ണിനൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് സമയം പെണ്ണിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കൽ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മസാലയും ബിരിയാണിയൊക്കെയാണ്. നല്ല ബിരിയാണിയായിരുന്നു. മസാല കിഡിലും മസാലയൊക്കെ ആയിരുന്നു. പിന്നെ അസിലി ഫുഡ് കഴിക്കുന്നുണ്ട്. ഉമ്മ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ നല്ല അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പറയുക. പിന്നെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രാവൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ നല്ല നല്ല ട്രാവൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പിന്നെ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുക. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിയാറായി. ആശു എൻ്റെ ഇപ്പുറത്ത് ഇരുന്നിട്ടുണ്ട്. ഉമ്മാൻ്റെ അരിയത്ത് അസിലിയും ഉണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ മംഗലപ്പേർക്കുന്ന് നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. വീട്ടിൻ്റെ ഇപ്പുറത്തെ വീട്ടിലാണ് ഫുഡൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവിടുന്ന് നമ്മൾ നേരെ മംഗലപ്പേർക്കേക്ക് പോയിട്ടില്ല. നേരെ നമ്മൾ വണ്ടിയിലേക്ക് പോവുക ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരാം. ബൈ.